അപ്പോൾ വർഗത്തിന്റെ താല്പര്യം ആരാണ് ലംഘിക്കുന്നത്? ആരാണ് വർഗത്തിനോടുള്ള വഞ്ചന കാണിക്കുന്നത്? ഞാനാണോ? കുറച്ചുകൂടി കടത്തി പറയുകയായിരുന്നു ജനങ്ങളാകെ കുറച്ചുകൂടി കടത്തി പറയുക എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു സിറ്റിംഗ് പാർട്ടി സെക്രട്ടറിക്കെതിരെ ഒരു അഴിമതി ആരോപണം ആരും അങ്ങനെ നേർക്കുന്നവർ ഉന്നയിച്ചിട്ടില്ല. താങ്കൾ എം വി ഗോവിന്ദൻ മാഷുമായി വളരെ അടുത്ത് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ആളാണ്. ആ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അംഗമാണ്. അദ്ദേഹത്തിന്റെ ഓൺ സ്ഥലമാണ്. അവിടെ ഒന്നുകൊണ്ട് താങ്കൾ പറയുന്നത് ഈ ഹാപ്പിനെസ് പദ്ധതിയുടെ പേരിൽ ക്രമക്കേട് ഉണ്ടായി, ആ ക്രമക്കേട് മറികടക്കാനാണോ അല്ലെങ്കിൽ ആ ക്രമക്കേട് മറച്ചു വെക്കാനാണോ എം വി ഗോവിന്ദൻ ആ സീറ്റിൽ എഴുന്നേക്കുമ്പോൾ ആ കസേരയിൽ സ്വന്തം ഭാര്യയെ തന്നെ ഉപവിഷ്ടരാക്കുന്നത് എന്ന് ജനം സംശയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ എന്തൊരു ഗ്രാവിറ്റിയുള്ള ആരോപണമാണ് ശ്രീ ഗോവിന്ദൻ മാഷ്. തീർച്ചയായിട്ടും ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ വ്യക്തമാക്കണം, ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കണം. എന്തുകൊണ്ട് 3 ടേമായി ഞാൻ MLA ആയി തുടർന്ന ഈ സ്ഥാനം ഞാൻ ഒഴിഞ്ഞു പോകുമ്പോൾ, ആ കസേരയിൽ എഴുന്നേറ്റ് പോകുമ്പോൾ തൻ്റെ ഭാര്യയെ തന്നെ അവിടെ പിടിച്ചിരുത്തണം എന്ന് ഗോവിന്ദൻ മാഷക്കുള്ള വാശി എന്താ? അദ്ദേഹം യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്താ? 3 തവണ ഞാൻ ഇത്രയും വിമർശനം വന്ന സ്ഥിതിക്ക് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞ എം പി ഗോവിന്ദൻ മാഷിൻ്റെ എത്ര അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് ഉയരുമായിരുന്നു? എന്തിനാണ് ഈ വാശി കാണിച്ചത്? എന്തിനാണ് ഈ വാശിക്ക് ഈ ജയരാജനും കൂട്ടറുമെല്ലാം കൂട്ടു നിൽക്കുന്നത്? ആ ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്. പിന്നെ മഹത്തായ നേതാവാണ് ശൈവാൾ ടീച്ചർ എന്നുള്ളതല്ലേ? അതൊക്കെ പോട്ടെ, അതിന് ഞാനൊന്നും കിടക്കുന്നില്ല. ആരെയും ഞാൻ വ്യക്തിപരമായിട്ട് വീഴ്ത്താനോ ഒന്നും ഞാൻ തയ്യാറാവുന്നില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ തന്നെ അടിച്ചേൽപ്പിക്കുമ്പോൾ മുഴുവൻ ജനവികാരം, പാർട്ടി അണികളുടെ വികാരം ഇതിനെതിരായി അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ പിന്നിലെ താല്പര്യം എന്ത്? അല്ല പക്ഷേ ഇപ്പൊ എം വി ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയാണ് ശ്യാമള എന്ന് കരുതി ഇന്നലെ ആ വാർത്താ സമ്മേളനത്തിൽ മാഷോട് ആ ചോദ്യം ഉയർന്നു. എങ്കിൽ കൂടി ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ആയി എന്ന് കരുതുന്ന ഒരു സ്ത്രീയുടെ അയോഗ്യതയാവാൻ പാടുണ്ടോ? ഇപ്പോൾ SFI കാലം മുതൽ അതിനുശേഷം ഈ വർഷക്കാലയളവിൽ PK ശ്യാമളയുടെ രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ പറയായിരുന്നു എം വി ജയരാജൻ. താങ്കൾ അത് തന്നെ ഊന്നി പറയുന്നതോട് ചോദിക്കുന്നതാണ്, എം വി ഗോവിന്ദന്റെ ഭാര്യ എന്നുള്ളത് PK ശ്യാമളയുടെ യോഗ്യതയോ അല്ല അയോഗ്യതയോ അല്ല? അല്ല, ഞാൻ ജയരാജൻ അങ്ങനെ പറയുമ്പോൾ ജയരാജൻ്റെ പറച്ചിലൊന്നും ഞാൻ മുമ്പ് കണക്കിലെടുക്കില്ല. എന്നാൽ നമ്മൾ ആലോചിക്കണം, എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയതുകൊണ്ട് അയോഗ്യതയായെന്ന് ഞാൻ പറയുന്നില്ല. എം വി ഗോവിന്ദൻ മാഷ് ഭാര്യയായി പോയിട്ടുണ്ട് അയോഗ്യ, അതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം നിങ്ങൾ അവിടെ നിന്ന് തുടർച്ചയായിട്ട് സാധാരണയായി ഞങ്ങളെ പാർട്ടി 2 ടേം MLA അല്ലെങ്കിൽ പഞ്ചായത്തിലോ മത്സരിച്ചാൽ 3ാമത്തെ ടേം പാടില്ല എന്നാണ്. എന്നാൽ ഈ 3ാമത്തെ ടേം മത്സരിച്ച് 4ാമത്തെ ടേമിൽ എൻ്റെ ഭാര്യ ആയിരിക്കണം എന്ന് പറയുന്ന പിന്നിലെ ചേതോ വികാരം എന്ത്? ഇതാൻ്റെ ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.